MRP റേറ്റ് 799 കൊടുത്തിട്ടുള്ളത്. അത്രയൊന്നും ഇല്ല, 242 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഇതിനകത്തിൽ തികയെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റിസൈൻ ആർട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, എവിടുന്നാ? മീഷോ. അപ്പോൾ ഇത് മീഷോ എന്നിട്ടാണ് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത്. ഡേഞ്ചർ ഐറ്റമാണ്, ഗ്ലൗസ് ഇടാതെ ചെയ്യരുത്, ശ്വസിക്കുകയും ചെയ്യരുത്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ റിസൈൻ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് തികച്ചും ഒരു പരീക്ഷണം മാത്രമാണ്, നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതേപോലെ റിസൈൻ ആയിട്ട് ചെയ്യുന്ന വീഡിയോ കണ്ടപ്പോൾ നമുക്കൊന്ന് ചെയ്തുകൂടെ എന്നുള്ളൊരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് മീഷോയിൽ നിന്ന് വെറും 242 രൂപയ്ക്കാണ് നമ്മൾ ഈ റിസൈൻ ആയിട്ട് ചെയ്യാനുള്ള ഈ ഒരു സൊല്യൂഷൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് റിസൈനും മറ്റൊരു ബോട്ടിൽ എന്ന് പറയുമ്പോൾ അതിന് ചേർക്കാനുള്ള ഹാർഡറും കൂടിയാണ്. അപ്പോൾ നമ്മൾ ആ ബോട്ടിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ഇത് എത്ര റേഷ്യോയിലാണ് ചേർക്കേണ്ടതെന്ന്. അപ്പം നമുക്ക് തന്നിട്ടുള്ള, നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ബോട്ടിൽ റിസൈന് 2:1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഷ്യോയിലാണ് മിക്സ് ചെയ്യേണ്ടത്. റിസൈൻ്റെ ബോട്ടിലിൽ നിന്ന് നമ്മൾ 2 ആണ് എടുക്കുന്നതെങ്കിൽ ഹാർഡർ 1 ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അളവിനായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ആ ബോട്ടിലിൻ്റെ അടപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിക്കുന്നതിന് കാരണം വീഡിയോയിൽ പറയുമ്പോൾ ക്ലാരിറ്റി കുറവാണ്, നമുക്ക് മൈക്കില്ലാത്തത് കൊണ്ട് ഇങ്ങ് വരെ വോയിസ് എത്തത്തില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് റിസൈനായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വെഡ്ഡിങ് ഫോട്ടോയും അതേപോലെ തന്നെ നമ്മൾ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന താലിമാലയിൽ കൊരുത്തിയെടുക്കുന്ന ചരട്, പിന്നെ നമ്മുടെ ഒരു വെഡ്ഡിങ് കാർഡ്, ഇതൊക്കെയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഒരുപാട് കൊല്ലം നമ്മുടെ എന്തെങ്കിലും ഒരു സാധനങ്ങൾ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു ഐഡിയ ആണ് ഈ ഒരു റിസൈൻ ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേണ്ട ഈ വീഡിയോയിൽ കാണുന്നതാണ് നമ്മുടെ കല്യാണക്കുറി. അപ്പോൾ ഞാൻ ആ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോൾ ഫ്ലാറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല, നമ്മൾ ഈ ഒരു ഓൺലൈനിലൊക്കെ കണ്ട് ഓരോ വീഡിയോസൊക്കെ കണ്ട് ചെയ്തുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് അതിന് വേണ്ടിയത് ഇങ്ങനൊരു ബോർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ കബോർഡൊക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ബോർഡാണ്. അപ്പോൾ അതിൻ്റെ തീരെ കട്ടി കുറഞ്ഞൊരു ബോർഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലത്തെ ടേപ്പ് ഉപയോഗിച്ചിട്ട്, പേപ്പറിൻ്റെ ടേപ്പ് ഉപയോഗിച്ചിട്ട് സൈഡ് കുറച്ചൊരു പൊക്കത്തിൽ 4 സൈഡും നമ്മൾ ഒഴിക്കുന്ന റിസൈൻ അതിനകത്തിൽ നിൽക്കാൻ വേണ്ടി 4 സൈഡും ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു ബോർഡൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതേപോലെ നമുക്ക് ഓൺലൈനിൽ നിന്ന് ബൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോട്ടോയും നമ്മുടെ ആ കല്യാണ സമയത്ത് ഉപയോഗിച്ച മാലയുടെ പൂവൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് ചെയ്തു തരും. അപ്പോൾ ഇത്രയും വലിയൊരു ബോർഡിലൊക്കെ നമുക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കരമാണ്, നല്ല കോസ്റ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളൊരു ലോ കോസ്റ്റിൽ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈ റിസൈൻ വാങ്ങിക്കാനുള്ള ഒരു ചിലവ് മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. ബാക്കി നമ്മൾ ആ ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കലണ്ടറിൽ നിന്ന് നമ്മൾ സെറ്റ് ചെയ്തെടുത്തതാണ്. നമ്മുടെ ആൽബം ഒക്കെ കിട്ടുന്ന സമയത്ത് കലണ്ടറും കൂടെ കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തെടുത്തതാണ് ആ ഒരു ഫോട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് വരും കേട്ടോ. നമ്മൾ 242 രൂപയുടെ ആ ഒരു രണ്ട് ബോട്ടിൽ റിസൈനും ഹാർഡറും കൂടെ 2 ബോട്ടിലാണെങ്കിലും നമുക്ക് ഈ ഒരു വലിയ ബോർഡ് നന്നായിട്ട് ഗ്ലാസ് ഫിനിഷിൽ കിട്ടണമെങ്കിൽ വേറെ ഒരു 2 ബോട്ടിലും കൂടി വേണമായിരുന്നു. പക്ഷെ നമ്മൾ ഇതിനകത്തിൽ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് വരും. പിന്നെ ഇത് ചെയ്യാൻ എടുക്കുന്ന സമയം, പിന്നെ ഇത് ഈ ഒരു ബോർഡ്, അപ്പോൾ നമുക്കിത് ഇപ്പോൾ കിട്ടിയോണ്ട് നമ്മൾ ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൺലൈനൊക്കെ കൊടുത്ത് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിമിൽ അവർ ചെയ്തു തരും. വുഡിൻ്റെയൊക്കെ ഫ്രെയിമിലാകുമ്പോൾ അപ്പോൾ ആ ഒരു ഫ്രെയിം ചെയ്തെടുക്കാനുള്ള അതിൻ്റെ ഒരു കോസ്റ്റ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഫോട്ടോ പ്രിൻ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ സെറ്റാക്കി, അപ്പോൾ ആ ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്നത് അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് കോസ്റ്റ് ആവും. അപ്പോൾ നമ്മളെക്കൊണ്ട് വീട്ടിലിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു പരീക്ഷണമാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവട്ടെ. നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ എടുക്കുന്നത് റിസൈൻ 2 അടപ്പാണ് എടുക്കുന്നത്. പിന്നെ ഹാർഡറാണ് ഇപ്പോൾ ഒഴിച്ചത്, ഹാർഡർ ഒരടപ്പുമാണ് എടുക്കുന്നത്. നമ്മൾ വീഡിയോയിൽ ഗ്ലൗസോ മാസ്കോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇത് രണ്ടും യൂസ് ചെയ്യണം. അത് ആ ഇൻസ്ട്രക്ഷൻസിനകത്തിലും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പെട്ടെന്ന് ചെയ്യാനുള്ളൊരു ത്വര കൊണ്ട് ഇത് കിട്ടിയപ്പോഴേ ഇതൊന്നും വാങ്ങിക്കാൻ നിൽക്കാതെ അങ്ങ് ചെയ്യാമെന്ന് കരുതി. നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. പ്രത്യേകിച്ച് ദേവനൊക്കെ ഉണ്ടായതുകൊണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവർക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ക്രൈസാണ് ഇതിലൊക്കെ ഒന്ന് പിടിക്കാൻ. അപ്പോൾ ദേവനെ വിഷ്ണു ചേട്ടനെ എടുത്താക്കുന്നതുകൊണ്ട് വലിയ സീനില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ ബബിൾസ് വീഴാതെ സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്യാൻ. സ്ലോയിലായിട്ട് മിക്സ് ചെയ്തെടുക്കുക. രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കല്യാണക്കുറിയും അതേപോലെ തന്നെ ഫോട്ടോയും കൂടെ ബേസിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, ഫ്ലാറ്റായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ അടിയിൽ ഇച്ചിരി പശ തേച്ചിട്ടാണ് ഒട്ടിച്ച് വെച്ചത്. അപ്പോൾ ആദ്യ സംരംഭമായതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങ് ഒട്ടിച്ച് വെച്ചു. അപ്പോൾ അതിനുശേഷം ആ നടുക്ക് ഭാഗത്ത് ഇതേപോലെ താലി ചരട് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ചുറ്റും ഇതേപോലെ റോസാപ്പൂവിൻ്റെ പെറ്റൽസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഉണങ്ങിയത് വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് മനസ്സിലായത്. അപ്പോൾ ഫ്രഷ്
ആയിട്ടുള്ള പൂ ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ ഈ റിസൈൻ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചത് ദേ ഇങ്ങനെ ചുറ്റും ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആ റോസാപ്പൂവിൻ്റെ ഇതളെല്ലാം കൂടി ഇങ്ങനെ പച്ച നിറത്തിലോട്ടായിപ്പോയി. പിന്നെ പച്ച നിറം മാറി കേട്ടോ അവസാനം എടുത്തപ്പോൾ ഞാൻ നന്നായിട്ട് ഉണങ്ങി. ദേ ഇപ്പോൾ ഒരു പച്ച നിറത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉണങ്ങിയിട്ടാണ് നമ്മൾ നല്ലപോലെ ഉണങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ആ ഉണങ്ങി നിൽക്കുന്ന ആ കളർ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള പൂ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറോളം നമ്മൾ ഉച്ചയ്ക്കാണ് ചെയ്തത്. വൈകിട്ട് ഒരു 5 മണിയോടെയൊക്കെ ആയപ്പോഴത്തേക്കിന് നമ്മളതിന് ചുറ്റുമുള്ള 5 മണിക്ക് മുന്നേ ആയിട്ട് ഇടയ്ക്ക് ഭാഗം വെച്ചിട്ട് നമ്മൾ ആ സൈഡിലുള്ള ടേപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേന് ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു, ഒട്ടിയൊക്കെ വന്നിട്ടുണ്ട്. 4 മണിക്കൂറോളം വേണം. കംപ്ലീറ്റ് ഒരു 4-5 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഈ റിസൈൻ നന്നായിട്ട് ഒട്ടി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കിന് അങ്ങും ഇങ്ങുമൊക്കെ ഗ്ലാസ് ഫിനിഷിൽ കിട്ടാതെ കുറച്ച് ബബിൾസൊക്കെ അങ്ങും ഇങ്ങുമൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. അതായത് വിട്ട് നിൽക്കുന്ന ഒരു രീതി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ബാക്കി ബാലൻസ് വന്നതെല്ലാം കൂടി മിക്സ് ചെയ്തു. രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം എവിടേക്കാണോ മൊത്തത്തിൽ നമ്മൾ ഫിനിഷ് ലുക്കിൽ എടുക്കാനുള്ള ഐറ്റം നമുക്കില്ലായിരുന്നു. ഒരു ബോട്ടിലും കൂടി ഓർഡർ ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയേനെ. അപ്പോൾ ബാക്കി ബാലൻസ് വന്ന ഭാഗത്തെല്ലാം ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. വീണ്ടും ഇതേപോലെ 4 മണിക്കൂർ വെച്ച് സെറ്റാക്കിയതിന് ശേഷമുള്ള റിസൾട്ടാണിത്. കാണിക്കാൻ എടുത്തുകൊണ്ട് വന്നപ്പോഴേ നമ്മുടെ കുഞ്ഞ് സമ്മതിക്കുന്നില്ല, അത് എടുത്തുകൊണ്ട് ഓടുവാണ്. അപ്പോൾ അതിനകത്തുള്ള ഈ പൂ ആ ഇതിൽ കണ്ടപ്പോൾ അതെല്ലാം പറിച്ചെടുക്കാനുള്ള ഒരു സന്തോഷമാണ് ആൾക്ക്. നൈസായിട്ട് നമ്മളിങ്ങ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. ഇനി ഒരു കുഴപ്പവും പറ്റത്തില്ല. എത്ര നാൾ വേണമെങ്കിലും നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തു വെക്കാം. ഇതേപോലത്തെ ഐറ്റംസൊക്കെ കാണുവാണെങ്കിൽ എടുത്ത് വെക്കുക. പിന്നീട് നമുക്കിത് പ്രിസർവ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വെറും 242 രൂപ മാത്രമാണ് നമുക്കിതിനു വേണ്ടി ചിലവായത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.